ഇന്ന് നമുക്കൊരു ബോട്ടിൽ നിറയ്ക്കുന്നത് കണ്ടാലോ? അത് നമ്മുടെ സ്വന്തം തേന്. ഈ സീസണിലെടുത്ത തേൻ നമ്മൾ 100 ലിറ്റർ ജാറിലേക്ക് നിറച്ചിട്ട് അതിൽ നിന്നൊരു വാൽവ് വഴി നമ്മളിങ്ങനെ ഓരോ ബോട്ടിലേക്ക് നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് നിലവിൽ സംസ്കരിക്കാത്ത തേനാണ്. ശരിക്കും നമ്മൾ വെള്ളം ചൂടാക്കി തേൻ ജലാംശം കളഞ്ഞാണ് സാധാരണ കൊടുക്കുന്നത്. ഇതതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ തേൻ നമ്മൾ പാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളതിൻ്റെ സീൽ ചെയ്യുന്നതാണ്. ഈ സീൽഡ് ക്യാപ്പാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ലോക്കാവുന്നതാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് തന്നെ ലോക്കാവും. ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റിക്കറുണ്ട്, എവർഗ്രീൻ ഹണി ഫാമിൻ്റെ പ്രത്യേക സ്റ്റിക്കർ നമ്മൾ ലേബൽ ചെയ്യുകയാണ്. 1 kg പ്രൈസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ 370 റേറ്റ് ഇട്ടേക്കണേ, എങ്കിലും നമ്മൾ 350 കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ട്രാവലിങ്ങിനൊക്കെ എളുപ്പത്തിന് വേണ്ടി. തേൻ എപ്പോഴും സൂക്ഷിക്കുമ്പോഴും ചില്ലുകുപ്പിയിലോ സ്റ്റീലിൻ്റെ ചില്ലുകുപ്പിയാണ് ഏറ്റവും സുരക്ഷിതമായത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ കൊണ്ടുവരുന്ന തേൻ എപ്പോഴും ചില്ലുകുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ദീർഘകാലത്തേക്ക് നമുക്ക് കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. കാരണം ഈ പ്ലാസ്റ്റിക് കുപ്പിയിലാകുമ്പോൾ ചൂടൊക്കെ കൂടുമ്പോഴൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ചില്ലുകുപ്പിയിൽ വേണം എപ്പോഴും തേൻ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. നമുക്കൊരു 6-7 കിലോ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പാക്കിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശുദ്ധമായ തേൻ ആവശ്യമുള്ളവർ എത്രയും നേരത്തെ ബുക്ക് ചെയ്യുക. തേൻ പരിമിതമാണ്. നമുക്കൊരു 10-75 കിലോ തേൻ മാത്രമേ ഈ പ്രാവശ്യം ലഭ്യമായിട്ടുള്ളൂ.